എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ മൈസൂരിലെ ചാമുണ്ഡി ഹിൽസ് കാണാനാണ് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ ചാമുണ്ഡി ഹിൽസിൻ്റെ മുകളിലേക്ക് പോകുന്ന വളഞ്ഞ് തിരിഞ്ഞുള്ള ആ റോഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ചാമുണ്ടേശ്വരിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ചാമുണ്ഡി ഹിൽസിൻ്റെ ഒരു സൈഡിൽ നന്ദിയുടെ ഒരു ഒറ്റക്കല്ല് തീർത്ത ഒരു വലിയൊരു ശില്പമുണ്ട്. നമ്മളിപ്പം ചാമുണ്ടേശ്വരി ക്ഷേത്രം കാണാനാണ് ആദ്യമേ പോകുന്നത്. നമ്മൾ ചാമുണ്ടേശ്വരി ക്ഷേത്രം കണ്ടതിന് ശേഷമാണ് നന്ദിയുടെ പ്രതിമ കാണാൻ വേണ്ടി പോകുന്നത്. അത് ഇപ്പം നമ്മൾ കാണുന്നതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇവിടുന്ന് താഴേക്ക് ഒരു ഏകദേശം 700ഓളം സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിപ്പോയാലേ നന്ദിയുടെ പ്രതിമ ഉള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ചാമുണ്ഡി ഹിൽസിൻ്റെ മുകളിലേക്ക് വരുന്ന റോഡല്ലാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ നന്ദി പ്രതിമയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി വേറൊരു റോഡുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പോയപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നടന്നിറങ്ങിയേ മാർഗ്ഗമുള്ളൂ. ഇതാണ് ചാമുണ്ഡി ഹിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ, നന്ദി പ്രതിമ. ഒറ്റക്കല്ല് തീർത്ത ഈ വലിയ നന്ദി വിഗ്രഹത്തിന് ഏകദേശം 350-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ നന്ദി പ്രതിമയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അത് ഈ പാറയ്ക്ക് അടിയിലുള്ള ഗുഹയ്ക്ക് ഉള്ളിലാണ് ഈ ക്ഷേത്രമുള്ളത്. നമ്മൾ അതിൻ്റെ അടിയിലൂടെ നൂണ്ട് കയറിയാലേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇറങ്ങുന്നത് പോലെയല്ല, കയറി ചെല്ലണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് കയറുന്ന വഴിക്ക് തന്നെ ഒരു സൈഡിലേക്ക് ഇച്ചിരി ഇറങ്ങണം. ഇച്ചിരി റിസ്ക്കാണ്. സൂക്ഷിച്ചിറങ്ങിയാലേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ ടൗണ് മൊത്തം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്ന രാത്രിയോളം വരുവാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്നത് വളരെ മനോഹരമായിരിക്കും എന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.